ഞങ്ങളുടെ ഈ യാത്ര ഇന്ത്യയുടെ മുൻ ക്യാപിറ്റൽ സിറ്റിയായ കൊൽക്കത്തയിലേക്കാണ്. ദ സിറ്റി ഓഫ് ജോയ്. സംബൽപൂരിൽ നിന്നാണ് യാത്ര തുടങ്ങിയത്. 7:30 സംബൽപൂർ ഷാലിമാർ എക്സ്പ്രസ് നേരത്തെ തന്നെ ബുക്ക് ചെയ്തിരുന്നു. അങ്ങനെ ട്രെയിൻ കയറി. നൈറ്റ് ഡിന്നറൊക്കെ നേരത്തെ കരുതി വെച്ചിരുന്നത് കൊണ്ട് പ്രോബ്ലംസ് ഒന്നും ഉണ്ടായില്ല. എന്താണെന്ന് വെച്ചാൽ നോർത്ത് ഇന്ത്യൻ ട്രെയിനിൽ ഇപ്പോൾ കാറ്ററിംഗ് സർവീസ് കാണാനേ ഇല്ല. പണി പാളിയേനെ. സംബൽപൂരിൽ നിന്ന് കൊൽക്കത്തയിലേക്ക് അറൗണ്ട് 560 കിലോമീറ്റർ ഉണ്ടാവും. പിറ്റേന്ന് രാവിലെ 7:45 നമ്മൾ ഷാലിമാർ എത്തേണ്ടതാണ്. ഷാലിമാർ എന്ന് പറയുന്നത് ഹൗറ സ്റ്റേഷനും കുറച്ച് മുമ്പുള്ള ഒരു സ്റ്റേഷനാണ്. എന്നിട്ട് പെട്ടെന്നൊരു മെസ്സേജ് വന്നു രാവിലെ ആകുമ്പോഴേക്കും, ട്രെയിന് ഷാലിമാർ പോകുന്നില്ല, സദർഗഞ്ചി വരെ പോകുന്നുള്ളൂ. സം റെയിൽ അലൈൻമെൻറ്റ് പ്രോബ്ലം. അതുകൊണ്ട് സദർഗഞ്ചി ഇറങ്ങിയിട്ട് ഇലക്ട്രിക് ട്രെയിനിൽ ഹൗറയിലേക്ക് പോകാമെന്ന് തീരുമാനിച്ചു. സദർഗഞ്ചി തന്നെ നിങ്ങൾ കാണുന്നില്ലേ എത്ര വലിയ റെയിൽവേ സ്റ്റേഷൻ ആണെന്നോ. അപ്പോൾ ഹൗറ റെയിൽവേ സ്റ്റേഷൻ എത്ര വലുതായിരിക്കും ഞാനിങ്ങനെ ആലോചിച്ചു. എന്താണെന്ന് വെച്ചാൽ ഹൗറ റെയിൽവേ സ്റ്റേഷനിലാണല്ലോ ഇന്ത്യയിലേക്കും വെച്ച് ഏറ്റവും ബിഗ്ഗസ്റ്റ് റെയിൽവേ സ്റ്റേഷൻ. രണ്ടാമത് വരുന്നത് കൊൽക്കത്തയിലെ സീൽഡ റെയിൽവേ സ്റ്റേഷൻ. മൂന്നാമത് മുംബൈയിലുള്ള ഛത്രപതി ശിവാജി ടെർമിനലാണ് മൂന്നാമത് വരുന്ന റെയിൽവേ സ്റ്റേഷൻ. കാണുന്നില്ല, ഇതാ ഗുഡ്സ് ട്രെയിനിൽ കോളിൽ ഇങ്ങനെ കൊണ്ടുപോകണം, കൽക്കരി ഇങ്ങനെ ഇങ്ങോട്ട് വരുമ്പോൾ പല ട്രെയിനുകളിലും ഇങ്ങനെ ഗുഡ്സ് ട്രെയിനിൽ ഇങ്ങനെ കൊണ്ടുപോകുന്നതായിട്ട് കണ്ടു. അതായത് ഇവിടെ കോൾ മൈൻസെല്ലാം ഇഷ്ടം പോലെ ഉണ്ടെന്ന് അർത്ഥം. കോൾ എന്ന് പറഞ്ഞാൽ ബ്ലാക്ക് ഗോൾഡാണെന്നല്ല പറയുന്നത്. അങ്ങനെ സദർഗഞ്ചിയിൽ നിന്ന് നമ്മൾ ഇലക്ട്രിക് ട്രെയിനിൽ ഹൗറയിലേക്ക്. ഹൗറ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയപ്പോൾ തന്നെ ഭയങ്കര തിരക്കാണ് ഹൗറയിൽ. ഇഷ്ടംപോലെ നിരവധി ട്രെയിനുകൾ വരുന്നു, നിരവധി ട്രെയിനുകൾ ഇടുന്ന് പോകുന്നു, ഇഷ്ടംപോലെ ആളുകൾ ഇറങ്ങുന്നു കയറുന്നു. ആളുകളുടെ തിക്കും തിരക്കും. ഈ ചുവരിലൊക്കെ നല്ല, അതായത് കൽക്കട്ടയിലെ മെയിൻ അട്രാക്ഷൻസ് എന്താണെന്ന് നോക്കിയാൽ നമുക്ക് ചുവര് നോക്കിയാൽ തന്നെ മനസ്സിലാവും ഇവിടുത്തെ കൽക്കട്ടയിലെ മെയിൻ അട്രാക്ഷൻസ് എന്തെല്ലാമാണെന്ന്. എല്ലാം അതിൻ്റെ ഒക്കെ ഫോട്ടോസ് എല്ലാം ഇങ്ങനെ വെച്ചിട്ടുണ്ട്. വലിയ വലിയ ഫാനുകൾ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ ചുവരിലെല്ലാം ഫ്രീഡം ഫൈറ്റേഴ്സിൻ്റെ ഫോട്ടോസൊക്കെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അങ്ങനെ വളരെ ഒരു വലിയൊരു റെയിൽവേ സ്റ്റേഷൻ. അവിടെ തന്നെ ഹോട്ടൽസ് എല്ലാം ഒരുപാടുണ്ട്. അതുപോലെ സ്വീറ്റ് ഷോപ്സും ഒരുപാടുണ്ട്. ബംഗാളികൾക്ക് സ്വീറ്റ്സ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ക്രേസാണല്ലോ. ഇന്ത്യയിൽ തന്നെ ഏറ്റവും നന്നായി വെറൈറ്റി ആയിട്ട് സ്വീറ്റ്സ് കിട്ടുന്നത് ബംഗാളിൽ നിന്നാണല്ലോ. ഞങ്ങൾ അവിടെയുള്ള ഒരു ഹോട്ടലിൽ കയറി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഫുഡൊക്കെ നല്ല ടേസ്റ്റായിരുന്നു. ഇത് കണ്ട പലതരത്തിലുള്ള ലസ്സികൾ, സാദാ ഡോയി, മിസ്റ്റി ഡോയി, മീറ്റ ഡോയി എന്നെല്ലാം പറഞ്ഞിട്ട് പല ടൈപ്പ് ലസ്സികളുണ്ട്. അത് ഞങ്ങളൊരു സാദാ ഡോയി ട്രൈ ചെയ്തു. നന്നായിരിക്കുന്നു. ഡോയി എന്ന് പറഞ്ഞാൽ ബംഗാളിൽ കേട്, അതായത് നമ്മുടെ തൈര്, അതാണ് സാദാ ഡോയി, മിസ്റ്റി ഡോയി എന്ന് പറയുന്നത്. സീറ്റുകളും പല ടൈപ്പ് സീറ്റ്സ് ഉണ്ടായിരുന്നു. ഗുലാബ് ജാമുൻ, കാല ജാമുൻ, രസമലായി, സന്ദേശ്, ചന്ന ഗാജ, അങ്ങനെ പറഞ്ഞിട്ട് പല സ്വീറ്റ്സുകളുണ്ടായിരുന്നു. ഞങ്ങൾ കുറച്ച് സ്വീറ്റ്സും വാങ്ങി പിന്നീട് ടേസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ഞങ്ങൾ പുറത്ത് കിടന്നു. പുറത്തെത്തിയാൽ ഹൗറ സ്റ്റേഷൻ, നല്ല റെയിൽവേ സ്റ്റേഷൻ നല്ലോണം കാണാൻ പറ്റും, നല്ല വ്യൂ കിട്ടും. അതുകൊണ്ട് എത്ര വലിയ റെയിൽവേ സ്റ്റേഷനാണെന്ന് നോക്കൂ. ഇവിടുത്തെ ടാക്സികൾക്കൊക്കെ ഒരു യെല്ലോ കളറാണ്. എല്ലാ ടാക്സിയും യെല്ലോ കളറിലാണ് കാണുന്നത്.
അപ്പോൾ ഞങ്ങൾക്ക് കൊൽക്കത്തയിലേക്ക് പോകണം. അപ്പോൾ കൊൽക്കത്തയിലേക്ക് പോകാൻ 2 വഴി പോകുന്ന ബോട്ട് സർവീസ് വഴി പോകാം, മറ്റ് റോഡ് വഴിയും പോകാം. കണ്ട ഹൗറ ബ്രിഡ്ജ് കുറച്ചിങ്ങനെ കാണുന്നു, കുറച്ച് ദൂരത്തുനിന്ന് കാണുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ ബോട്ട് വഴി പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ ടിക്കറ്റ് എടുക്കണം. ഒരു പേഴ്സണിന് 6 റുപ്പിയാണ് ബോട്ട് വഴി പോകാനുള്ളത്. അപ്പോൾ അത് ഈ ബോട്ട് സർവീസ് എല്ലാം ഹൗറ സ്റ്റേഷൻ ഫെറി സർവീസ് എന്നാണ് പറയുന്നത്. ആളുകളൊക്കെ തിരക്കിട്ട് ട്രെയിൻ ഇറങ്ങിയിട്ട് ബോട്ടിൽ ഓഫീസിലും മറ്റൊക്കെ പോകാൻ വേണ്ടിയിട്ട് ബോട്ടിലേക്ക് കയറുന്നുണ്ടായിരുന്നു. എവരി 10 മിനിറ്റ്സിലും ബോട്ട് സർവീസ് ഉണ്ട്. 2-3 പ്ലാറ്റ്ഫോമുകളുണ്ട്. കൊൽക്കത്തയിലെ പല സ്റ്റേഷനിൽ പോകാനുള്ള 2-3 പ്ലാറ്റ്ഫോമുകളുണ്ട്. വെസ്റ്റ് ബംഗാൾ ട്രാൻസ്പോർട്ട് കോർപ്പറേഷനാണ് ഈ ബോട്ടുകൾ. ഇതാ ഒരുപാട് കെട്ടുള്ള ഹൗറ ബ്രിഡ്ജ് അടുത്തുനിന്ന് കാണാൻ പറ്റുന്നുണ്ട്. ഇതിൻ്റെ പാരലായിട്ട് വേറൊരു വിദ്യാസാഗർ ബ്രിഡ്ജ് കൂടി കാണുന്നുണ്ട് സൈഡിൽ. നിങ്ങൾക്ക് കാണുന്നുണ്ടോ? കുറച്ച് ദൂരമായിട്ട് കാണുന്നുണ്ട് വിദ്യാസാഗർ സേതു ബ്രിഡ്ജ്. ഈ ഹൗറ ബ്രിഡ്ജിന് ഗേറ്റ് വേ ഓഫ് കൽക്കത്ത ഓർ ഗ്രാൻഡ് ഓൾഡ് ലേഡി ഓഫ് കൽക്കത്ത എന്നാണ് പറയുന്നത്. ദിസ് ഈസ് ദ ബിസിയസ്റ്റ് ബ്രിഡ്ജ് കാൻഡിലെവർ ബ്രിഡ്ജ് ഇൻ ദ വേൾഡ്. അതുപോലെ 6th ലോങ്ങസ്റ്റ് ബ്രിഡ്ജ് ഇൻ ദ വേൾഡ്. ഫുള്ളി സ്റ്റീൽ കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഹൗറ ബ്രിഡ്ജ് ആക്ട് 1871 പാസ്സായത്. ടാറ്റ സ്റ്റീലാണ് ഫുൾ സപ്ലൈ ഓഫ് സ്റ്റീൽസ്. 1965 ഈ ബ്രിഡ്ജ് റീനെയിം ചെയ്തു രവീന്ദ്രനാഥ സേതു ബ്രിഡ്ജ്, ബട്ട് പോപ്പുലർലി കാൾഡ് ആസ് ഹൗറ ബ്രിഡ്ജ്. കൽക്കട്ട പോർട്ട് ട്രസ്റ്റാണ് ഇത് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്. 705 മീറ്റർ ലെങ്ത്ത്, വിഡ്ത്ത് 21.6 മീറ്റർ, ഹൈറ്റ് 82 മീറ്റേഴ്സ്. 3 ആളുകൾ ചേർന്നാണ് ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. മിസ്റ്റർ റെൻഡാൾ, മിസ്റ്റർ പാൾമർ ആൻഡ് മിസ്റ്റർ ട്രിഫാൻ. ഹൂഗ്ലി റിവർ ഹാസ് റിലീജിയസ് സിഗ്നിഫിക്കൻസ് ആസ് ഹിന്ദുസ് കൺസിഡർ ദ റിവർ ആസ് സാക്രഡ്. അതുപോലെ ഈ സ്റ്റേറ്റിൻ്റെ ഒരു ക്ലൈമറ്റിനെയും അഗ്രികൾച്ചറിനെയും ഇൻഡസ്ട്രീനെയും ഒക്കെയും ഒരു മേജർ റോള് ഈ ഹൂഗ്ലി റിവറിന് ഉണ്ട്. ഇത് ഈ ഹൗറ ബ്രിഡ്ജ് കൂടാതെ 2-3 ബ്രിഡ്ജുകൾ കൂടിയുണ്ട്. വിദ്യാസാഗർ സേതു ബ്രിഡ്ജ് പറഞ്ഞല്ലോ, പിന്നെ വിവേകാനന്ദ സേതു ബ്രിഡ്ജ് ആൻഡ് നിവേദിത സേതു ബ്രിഡ്ജ്. ഇത് ഹൗറ ബ്രിഡ്ജിലെ തിക്കും തിരക്കും കുറക്കാൻ വേണ്ടിയിട്ട് തന്നെയായിരിക്കും ഈ ബ്രിഡ്ജുകളൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത്. സിഗ്നിഫിക്കൻസ് ഓഫ് ദിസ് ബ്രിഡ്ജ് ഈസ് വിത്തൗട്ട് യൂസിങ് എ സിംഗിൾ നട്ട് ആൻഡ് സ്ക്രൂ ടു ജോയിൻ ദ എറേ ഓഫ് മെറ്റാലിക് സ്ട്രക്ചർ, ഇൻസ്റ്റെഡ് എ പീസ് ഓഫ് മെറ്റൽ വാസ് യൂസ് ടു കണക്ട് 2 or more പ്ലേറ്റ്സ്. മെറ്റാലിക് സ്ട്രക്ചറിനെ ഇത് ജോയിൻ ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു സ്ക്രൂ നെട്ടും ഇല്ലാതെ വെറും ഒരു മെറ്റൽ പ്ലേറ്റ് മാത്രം, മെറ്റൽ പീസ് ഓഫ് മെറ്റൽ മാത്രമാണ് യൂസ് ചെയ്തിരിക്കുന്നത്. 81 ഇയേഴ്സായി ഇത് ഉണ്ടാക്കിയിട്ട് താഴെയാണെങ്കിൽ ഒരു സപ്പോർട്ടും ഇല്ല. ദിവസേന 1 lakhലധികം വെഹിക്കിൾസ്, കണക്കില്ലാത്ത ആൾക്കാരും ഇതുവഴി നടന്നു പോകൊണ്ടിരിക്കുന്നുണ്ട്. കൺസ്ട്രക്ഷൻ ഓഫ് ദിസ് ബ്രിഡ്ജ് വാസ് സ്റ്റാർട്ടഡ് ഓൺ 1936 ആൻഡ് എൻഡഡ് ഇൻ 1942. പബ്ലിക്കിന് ഓപ്പൺ ചെയ്ത് കൊടുത്തിരിക്കുന്നത് 3rd February 1943. അപ്പോൾ അങ്ങനെ ഞങ്ങൾ അപ്പുറത്തെ തീരത്ത്, കൽക്കട്ടയിലെ തീരത്ത് എത്തി. ഇതിൻ്റെ പേര്, ഇറങ്ങിയ സ്ഥലത്തിൻ്റെ പേര് ബാഗ് ബസാർ. അവിടെ നിന്ന് ഞങ്ങൾക്ക് റൂമിലേക്ക് പോകണമായിരുന്നു. റൂമൊക്കെ നേരത്തെ ബുക്ക് ചെയ്തിരുന്നതുകൊണ്ട് എളുപ്പമായി. റൂമിൽ പോയി എസ്പ്ലനേഡിലാണ് റൂം എടുത്തത്. അപ്പോൾ പോകുമ്പോൾ കണ്ട വെസ്റ്റ് ബംഗാൾ ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ്റെ ബസ്സെല്ലാം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. ബ്ലൂ കളറുള്ള ബസ്സാണ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. എസ്പ്ലനേഡ് എന്ന് പറഞ്ഞ സ്ഥലത്തായിരുന്നു റൂം എടുത്തത്. അവിടെ പോയി ഫ്രഷായി നമ്മൾ ലഞ്ചൊക്കെ കഴിച്ച് അതിനുശേഷം നേരെ ന്യൂ മാർക്കറ്റിലേക്ക്. ന്യൂ മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ വാക്കബിൾ ഡിസ്റ്റൻസാണ്, നമ്മളെ റൂമിൽ നിന്ന് വാക്കബിൾ ഡിസ്റ്റൻസാണ്. അവിടെ ന്യൂ മാർക്കറ്റിൽ പോയപ്പോൾ ഡ്രസ്സുകളുടെ ഒരു മേള തന്നെയായിരുന്നു. വിലയോ വളരെ കുറവ്. കുറേ ഡ്രസ്സുകൾ വാങ്ങിക്കൂട്ടി. വളരെ വില കുറവെന്ന് പറഞ്ഞാൽ എല്ലാം നല്ല തുണി, നല്ല ക്ലോത്ത് നല്ലതായിരുന്നു. എല്ലാം ഞാൻ അതിശയപ്പെട്ടു. ഭയങ്കര വില കുറവായിരുന്നു. കുറേ ഞങ്ങൾ അവിടെ എല്ലാം കറങ്ങി ഷോപ്പെല്ലാം ചെയ്തു, കുറേ എല്ലാം വാങ്ങി. പിന്നെ അവിടെ അടുത്ത് തന്നെ പിന്നെ ഇതാ ഈ ഇതില്ലേ പലാസോ, ഇതൊക്കെ വെറും 300 രൂപയേ ഉള്ളൂ. നല്ല ക്ലോത്തും
ക്ലോത്തൊന്നും വളരെ നല്ല ക്ലോത്താണ്. ഇത് നമ്മളെ നാട്ടിലെല്ലാം നല്ല വിലയുണ്ട് ആക്ച്വലി. അങ്ങനെ അവിടെ ഫുഡ് കോർട്ടെല്ലാം അവിടെ പോയി പാവ് ഭാജി കഴിച്ചു. പാവ് ഭാജിയെല്ലാം എന്തൊരു ടേസ്റ്റ് എന്നാ, നല്ല ഒറിജിനലായിട്ട് നമുക്ക് ശരിക്കും ഒത്തൻറ്റിക് ടേസ്റ്റിൽ തന്നെ കിട്ടുന്നുണ്ട്. ഷോപ്പുകളാണെങ്കിൽ ഇഷ്ടംപോലെ ഷോപ്പും ഇഷ്ടംപോലെ ആളുകൾ ഷോപ്പ് ചെയ്തുകൊണ്ട് നിൽക്കുന്നുണ്ട്. തിരക്ക് തന്നെ, നല്ല തിരക്കാണ്. നല്ല സാധനങ്ങൾ കിട്ടുന്നുണ്ട്. അതുപോലെ കമ്മലും മാലയെല്ലാം ഒക്കെ വളരെ വില കുറവാണ്. നല്ല രസമുള്ള കമ്മലും മാലയും ബാംഗിൾസ് എന്ത് പറഞ്ഞാലും നല്ല ഭയങ്കര രസമായിരുന്നു കാണാൻ. വളരെ വില കുറവായിരുന്നു കമ്മലും മാലിനൊക്കെ. നമ്മളെ നാട്ടിൽ ഭയങ്കര വില, എന്തോരം ഇതിൻ്റെ ഇരട്ടി വില ഉണ്ട് ഉറപ്പാണ്. നമ്മൾ കുറേ വാങ്ങിക്കൂട്ടി. ബാഗുകളും എല്ലാം വളരെ, എന്തെടുത്താലും 250 റുപ്യേ ഉള്ളൂ. നല്ല ബാഗുകളെല്ലാം എടുത്താൽ 250-300 രൂപയ്ക്ക് നമുക്ക് വാങ്ങാൻ പറ്റും. ഇനി മുതൽ ഈ വക ഷോപ്പിംഗ് ചെയ്യണമെങ്കിൽ ഇങ്ങോട്ട് വണ്ടി കയറിയാൽ മതി എന്ന് ഞാൻ ഉറപ്പിച്ച്. ബ്ലാക്ക് മെറ്റലിൻ്റെ മാലകൾ, കമ്മലുകൾ, ഇത് നല്ല നല്ല ഡിസൈനായിട്ട് കിട്ടുന്നുണ്ട് കേട്ടോ. അങ്ങനെ വലിയ വിലയൊന്നുമില്ല. നമ്മൾ പറയുന്ന റേറ്റിൽ നമുക്ക് കിട്ടും. അങ്ങനെ വിലയില്ല. ഞാൻ കുറേ വാങ്ങി. ബാഗൊക്കെ എന്തെടുത്താലും 250 ആണ്. നല്ല ക്വാളിറ്റിയുള്ള ബാഗ്, നമുക്ക് കാഷ്വൽ വെയറിന് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ബാഗുകൾ ഒക്കെ അസലായിട്ടുണ്ട്. നല്ല മെറ്റീരിയലും നല്ല വില കുറവായിട്ട് ഞങ്ങൾ ബാഗുകളൊക്കെ വാങ്ങി. ഇങ്ങനത്തെ ജ്വല്ലറി ബോക്സ്, അതുപോലെ പൗച്ച്, അങ്ങനെയൊക്കെ വാങ്ങി. എന്തൊരു ചീപ്പാണെന്നാൽ. ഇനി മുതൽ ഈ വക ഷോപ്പിംഗ് ചെയ്യണമെങ്കിൽ ഇങ്ങോട്ട് വണ്ടി കയറിയാൽ മതിയെന്ന് ഞാൻ ഉറപ്പിച്ചു. കണ്ടോ, ഫ്രഷ് ഫ്രൂട്ട്സ് എല്ലാം കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ കുറച്ച് നടക്കുമ്പോൾ നമ്മൾക്ക് ടയേർഡാവില്ല, അതുകൊണ്ട് ഫ്രഷ് ഫ്രൂട്ട്സ് കട്ട് ചെയ്തിട്ട് അവിടെ തന്നെ കൊടുക്കുന്നുണ്ടായിരുന്നു. കണ്ടോ, ആളുകൾ വലിച്ചു കൊണ്ടുപോകുന്ന റിക്ഷ പുള്ളേഴ്സ്. ഈ റിക്ഷ പുള്ളേഴ്സ് ആക്ച്വലി ഈ കൊൽക്കട്ടയിലും ജപ്പാനിലും മാത്രമേ കാണുള്ളൂ. ആളുകൾ വലിച്ചു കൊണ്ടുപോകുന്ന റിക്ഷ പുള്ളേഴ്സ്. ചോക്ലേറ്റിൻ്റെ ഒരു ഷോപ്പുകൾ തന്നെ ഉണ്ട് റോഡ് സൈഡിൽ നിരനിരയായിട്ട്. ഇന്ത്യൻ ചോക്ലേറ്റും ഫോറിൻ ചോക്ലേറ്റും രണ്ടും അവൈലബിൾ ആണ്. ഒരു പാക്കറ്റിന് 100-150 ആ റേറ്റാണ് ഉള്ളത്. വെജിറ്റബിൾ മാർക്കറ്റ്. പിന്നീട് ഓട്ടോ കയറിയിൽ ഞങ്ങൾ മെയിൻ റോഡിലേക്ക് പോയി. വെജിറ്റബിൾ മാർക്കറ്റ് ഉണ്ട് സൈഡിൽ. എല്ലാ വെജിറ്റബിൾസൊക്കെ വിൽക്കുന്നുണ്ടായിരുന്നു സൈഡിൽ. അപ്പോൾ ഞങ്ങൾ എസ്പ്ലനേഡ് മെയിൻ റോഡിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. റൂമിൽ പോയിട്ടും പ്രത്യേകിച്ച് ജോലിയൊന്നുമില്ലല്ലോ, അപ്പോൾ നഗര കാഴ്ചകൾ, രാത്രി കാഴ്ചകൾ കാണാമെന്ന് വിചാരിച്ചു.
അങ്ങനെ ഓട്ടോയിൽ കയറി എസ്പ്ലനേഡ് മെയിൻ റോഡിലേക്ക്. ഇത് കണ്ട ഐഡൻ ഗാർഡൻ ഇൻ്റർനാഷണൽ ക്രിക്കറ്റ് സ്റ്റേഡിയം ഇൻ കൊൽക്കത്ത. അന്ന് ഒരു IPL മാച്ച് നടക്കുകയായിരുന്നു. കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സും പഞ്ചാബ് കിങ്സും തമ്മിലുള്ള ഒരു IPL മാച്ച് നടക്കുകയായിരുന്നു. ആ സ്റ്റേഡിയത്തിൽ നിന്നുള്ള ലൈറ്റ് ചുറ്റുപാടും നല്ലൊരു ലൈറ്റായിരുന്നു ഫുള്ള്. അവിടെ സൗണ്ടൊക്കെ കേൾക്കുന്നത്. ഇതാണ് ഒബ്രോയ് ഗ്രൂപ്പ് ഓഫ് ഹോട്ടൽസ്. കാണുന്നില്ല, വളരെ വലിയ ബിൽഡിങ്ങാണ്. ഇപ്പം ഈ ഐഡൻ ഗാർഡനിൽ നിന്ന് കാണാൻ നോക്കിയാൽ പറ്റുന്ന ദൂരേ ഉള്ളൂ ഐഡൻ ഗാർഡനിലേക്ക്. അവിടെ ഫുൾ ഓഫ് ലൈറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, വളരെ വലിയൊരു ലൈറ്റ്, ഇങ്ങനെ ഫുൾ ലൈറ്റായിരുന്നു അവിടെ. അപ്പോൾ ഒബ്രോ ഗ്രൂപ്പ് ഓഫ് ഇൻ്റർനാഷണലിൻ്റെ എൻട്രൻസ് ഇതാ ഇപ്പുറം കാണും, ഇതാണ് എൻട്രൻസ്. അപ്പോൾ രാത്രിയായിട്ടും ഈ നഗരത്തിൽ തിരക്കിനൊന്നും ഒരു കുറവില്ല, നല്ല തിരക്ക് തന്നെയായിരുന്നു. ഒരു ടൈം ഒരു 10:45 ലൈറ്റ് ഉണ്ടാവും. സ്റ്റിൽ ടൗൺ ഈസ് വെരി ക്രൗഡഡ്. ഞങ്ങൾ ലാസ്റ്റിൽ ഒരു ബംഗാളി ഹോട്ടലിൽ കയറി റൈസും ഫിഷ് കറിയും ട്രൈ ചെയ്യാമെന്ന് വെച്ചു. ഹിൽസ് ഓഫ് ഫിഷ്. അത് ബംഗാളീസ് ഈ ഫിഷ് കറി ഭയങ്കര ഈ ഫിഷ് കറിയിൽ. അങ്ങനെ അതൊന്ന് ട്രൈ ചെയ്തു. തിരിച്ചു വന്നിട്ട് ഞങ്ങൾ റൂമിലേക്ക് പോയി. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഇത് ഇനി കണ്ടിന്യൂ ചെയ്യാം, ഇതിൻ്റെ പാർട്ട് 2. ഓക്കെ, താങ്ക് യു.